ഹലോ എവറി വൺ, പുതിയ വീഡിയോ ക്ലാസ്സിലോട്ട് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അബ്നോർമൽ ഗെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അബ്നോർമൽ ലോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ആദ്യമേ തന്നെ പ്രോസസ് കോസ്റ്റിങ്ങിലോട്ട് വരാം. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ ഒരു പ്രൊഡക്റ്റ് ഒന്നിലധികം പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഫിനിഷ്ഡ് ഗുഡ്സ് ആകുന്നത് എങ്കിൽ അത്തരം സന്ദർഭങ്ങളിലാണ് പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പ്രോസസ് കോസ്റ്റിംഗ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദോസ് ഇൻഡസ്ട്രീസ് വേർ product passes through different stages of manufacture before it becomes a finished product. ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആകുന്നതിന് മുൻപ് വ്യത്യസ്ത പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് സ്റ്റേജിലോട്ട് എത്തുന്നതെങ്കിൽ അത്തരം ഇൻഡസ്ട്രീസിലാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി അറിയാലോ എന്തൊക്കെയായിരുന്നു? സെപ്പറേറ്റ് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓരോ പ്രോസസ്സിനും സെപ്പറേറ്റ് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. പ്രോസസ് അക്കൗണ്ടിന് 2 കോളം ഉണ്ടാവും. ഒന്ന് യൂണിറ്റ് കോളവും ഒന്ന് എമൗണ്ട് കോളവും. എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് സൈഡാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. വേസ്റ്റേജ്, സെയിൽ ഓഫ് സ്ക്രാപ്പ്, ദാറ്റ് മീൻസ് നോർമൽ ലോസ് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ബൈ പ്രൊഡക്റ്റ് വല്ലതും വരുന്നുണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കണം. പ്രോസസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ഈ ഡെബിറ്റും ക്രെഡിറ്റും തമ്മിൽ ഡിഫറൻസ് ആയിരിക്കും ആ പ്രോസസ് അക്കൗണ്ടിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻ എവറി പ്രോസസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ നെറ്റ് കോസ്റ്റ് ബൈ ഔട്ട്പുട്ട്. ഓരോ പ്രോസസ് അക്കൗണ്ടിലെയും കോസ്റ്റ് പെർ യൂണിറ്റ് കാണുന്നത് ആ പ്രോസസ്സിലെ നെറ്റ് കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് നെറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ്, വിത്ത് സെയിൽ ഓഫ് സ്ക്രാപ്പിന്റെ വാല്യൂ ലെസ് ചെയ്തിട്ടുള്ള കോസ്റ്റ്. ദാറ്റ് മീൻസ് നെറ്റ് കോസ്റ്റ് ബൈ ഔട്ട്പുട്ട് ആണ്. ദെൻ ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ബിക്കം ദ ഇൻപുട്ട് ഓഫ് നെക്സ്റ്റ് പ്രോസസ്. ഒരു പ്രോസസ്സിലെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? അടുത്ത പ്രോസസ്സിലെ ഇൻപുട്ട് ആയിട്ട് മാറും. അവസാനത്തെ പ്രോസസ്സിലെ ദ ഔട്ട്പുട്ട് ഓഫ് ലാസ്റ്റ് പ്രോസസ് is transferred to finished stock. The output of last process is transferred to the finished stock account. അതായത് അവസാനത്തെ പ്രോസസ്സിലെ ഔട്ട്പുട്ട് ഏത് അക്കൗണ്ടിലോട്ട് മാറ്റും? ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലോട്ട് മാറ്റുന്നതാണ്. ദെൻ ഇതാണ് അതിന്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. നോർമൽ ലോസ് ഡിസ്കസ് ചെയ്തു. ദെൻ സെയിൽ ഓഫ് സ്ക്രാപ്പ് ഡിസ്കസ് ചെയ്തു. അബ്നോർമൽ ലോസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് abnormal gain ആണ്. Abnormal gain, that means when actual production is more than normal output. നമുക്കറിയാം ഒരു പ്രോസസ്സിൽ നമ്മൾ നോർമൽ ലോസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. ഈ നോർമൽ സപ്പോസ് 10 യൂണിറ്റ് അല്ലെങ്കിൽ 10% നോർമൽ ലോസ് എങ്കിൽ നമുക്കറിയാം ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ 100 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതിൽ നിന്നും 10 യൂണിറ്റ് നോർമലി ലോസ് വരാൻ, അതായത് നമുക്ക് അൺഅവോയ്ഡബിൾ ലോസിനെയാണ് നോർമൽ ലോസ് എന്ന് പറയാം. ദാറ്റ് മീൻസ് നോർമൽ ഔട്ട്പുട്ട് എത്രയായിട്ട് മാറും? നോർമൽ ഔട്ട്പുട്ട് 90 ആയിട്ട് മാറും. ഓക്കെ, സോ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ് ആണ് നോർമൽ ഔട്ട്പുട്ട്. എന്നാൽ when actual production is more than normal output, that means actual output എന്ന് പറയുന്നത് more than 90 ആണെങ്കിൽ, that means 5 യൂണിറ്റ് അധികമായിട്ട് വന്നിട്ടുണ്ട്. അതിനെയാണ് abnormal gain. ഇതാണ് abnormal gain. When actual output is more than when actual output is more than normal ഔട്ട്പുട്ടിനെയും കാട്ടിലും കൂടുതൽ ആക്ച്വൽ ഔട്ട്പുട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് അബ്നോർമൽ ഗെയിൻ. സോ അത്തരം സന്ദർഭങ്ങളിൽ അബ്നോർമൽ ഗെയിൻ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? സോ അതിന്റെ ട്രീറ്റ്മെന്റുകൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അബ്നോർമൽ ലോസ് വന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അബ്നോർമൽ ഗെയിൻ വരികയാണെങ്കിൽ the value of abnormal gain is debited to process account. പ്രോസസ് അക്കൗണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എവിടെ ചെയ്യണം? ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. എന്നാൽ
അബ്നോർമൽ ലോസ്, നോർമൽ ലോസ്, വേസ്റ്റേജ്, സെയിൽ ഓഫ് സ്ക്രാപ്പ് ഇതൊക്കെ എവിടെയായിരുന്നു? ക്രെഡിറ്റ് സൈഡിലായിരുന്നു. എന്നാൽ അബ്നോർമൽ ഗെയിൻ വരുന്ന സന്ദർഭത്തിൽ അതിന്റെ വാല്യൂ, യൂണിറ്റും വാല്യൂ നമ്മൾ കാണിക്കേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. എന്നാൽ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ അതിന്റെ വാല്യൂ രേഖപ്പെടുത്തേണ്ടത്. അതായത് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ. ഇനി നോക്കൂ, അതോടൊപ്പം തന്നെ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദ വാല്യൂ ഓഫ് സ്ക്രാപ്പ്, ദാറ്റ് മീൻസ് യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിനും സ്ക്രാപ്പ് വാല്യൂയും കൂടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതെവിടെ കാണിക്കണം? അബ്നോർമൽ ഗെയിനിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അബ്നോർമൽ ഗെയിനിന്റെ ഡെബിറ്റ് സൈഡ്. എന്തിനാ നമ്മൾ സെയിൽ ഓഫ് സ്ക്രാപ്പിന്റെ ഈ വാല്യൂ കൊണ്ട് അബ്നോർമൽ ഗെയിനിന്റെ വാല്യൂ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ വാല്യൂ ഓഫ് സ്ക്രാപ്പ് നമ്മൾ എന്തിനാ കാണുന്നത്? നോക്കൂ, സാധാരണ ഒരു എക്സാമ്പിൾ പറയാം. സപ്പോസ് നിങ്ങൾക്ക് ഒരു 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 ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഉണ്ടെന്ന് കരുതുക. എല്ലാ മാസവും വേസ്റ്റേജ് വിറ്റിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ വിറ്റിട്ട് എന്ത് ചെയ്യാറുണ്ട്? നിങ്ങൾക്ക് ഒരു 1000 രൂപ കിട്ടാറുണ്ടായിരുന്നു. എല്ലാ മാസത്തിലും 1000 രൂപ നോർമൽ ലോസ് വന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാറുണ്ടായിരുന്നു. അതായത് ഇത് നോർമൽ ലോസ് ആണ്, നമ്മൾ അൺഅവോയ്ഡബിൾ ആണ്, എന്താണ്, എല്ലായ്പ്പോഴും വരാറുള്ളത്. എന്നാൽ ഒരിക്കൽ എന്ത് ചെയ്തു? നിങ്ങളുടെ നോർമൽ ലോസ് കുറഞ്ഞു, അല്ലെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ട് കൂടിയിട്ടുണ്ട്. നോർമൽ ഔട്ട്പുട്ട് കൂടി, അതായത് വേസ്റ്റേജ് കുറഞ്ഞു. എല്ലാ മാസവും നിങ്ങൾക്ക് കിട്ടുമായിരുന്ന 1000-ൽ കുറവ് വന്നു, ഒരു 500 മാത്രമേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അതിനർത്ഥം വേസ്റ്റേജ് കുറഞ്ഞിട്ടുണ്ട്, നോർമൽ ലോസ് കുറഞ്ഞിട്ടുണ്ട്, അബ്നോർമൽ ഗെയിൻ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? നോർമൽ ലോസ് വരുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് 1000 കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ 500 അധികം കിട്ടുമായിരുന്നു. എന്നാൽ ഈ നോർമൽ ലോസ് കുറഞ്ഞത് കൊണ്ട്, അല്ലെങ്കിൽ അബ്നോർമൽ ഗെയിൻ വന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തു? 500 എന്ന് പറയുന്ന ഇൻകം കിട്ടാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു. ദ ലോസ് ഓഫ് ഇൻകം ഓൺ അക്കൗണ്ട് ഓഫ് അബ്നോർമൽ ഗെയിൻ. അബ്നോർമൽ ഗെയിന് വന്നുകൊണ്ട് എന്ത് ചെയ്തു? നിങ്ങൾക്ക് കിട്ടുമായിരുന്ന ഇൻകം നഷ്ടപ്പെട്ടു. നഷ്ടം സംഭവിക്കുകയായിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന 1000 രൂപ ഉണ്ടല്ലോ, അതാണ് ഇൻകം. ആ ഇൻകം നഷ്ടപ്പെട്ടു എപ്പോ? അബ്നോർമൽ ഗെയിന് വന്നപ്പോ. വേസ്റ്റേജ് കുറഞ്ഞു, നമുക്കത് വിൽക്കാൻ പറ്റില്ല. അത്തരത്തില് അബ്നോർമൽ ഗെയിന് വന്നത് കൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള ആ നഷ്ടം, ഇൻകം, ലോസ് ഓഫ് ഇൻകം, അതെന്ത് ചെയ്യണം? അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നോർമൽ ലോസ് അല്ലെങ്കിൽ ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഡെബിറ്റ് ചെയ്യണം. സപ്പോസ് 3 രൂപയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് കരുതുക. 50 യൂണിറ്റ് ആണ് അബ്നോർമൽ ഗെയിൻ, അല്ലെങ്കിൽ 5 യൂണിറ്റ്, നമ്മൾ ഇത് ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. 5 യൂണിറ്റ് ആണ് അബ്നോർമൽ ഗെയിൻ. അതേ ഇൻറ്റു 3, 3 5 15 രൂപ എന്ത് ചെയ്യണം? നമ്മൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അതായത് ലോസ് ഓഫ് ഇൻകം on account of abnormal gain. കാരണം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഇൻകത്തെ സൂചിപ്പിക്കുകയാണ് അവിടെ. അതെന്ത് ചെയ്യണം? അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ദെൻ അബ്നോർമൽ ഗെയിൻ വരികയാണെങ്കിൽ പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അതോടൊപ്പം തന്നെ അതിന്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. എങ്ങനെ വാല്യൂ കണ്ടെത്തുക? വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ആണ്, അബ്നോർമൽ ഗെയിനിന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ആണ് ദ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട്. എന്താ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ? നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് ആണ്. ഓക്കെ, അറിയാലോ, അതാണ് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട്. സോ എന്താ പറഞ്ഞത്? വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ ഈസ് ഈക്വൽ ടു നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് എന്താ നമ്മൾ പറഞ്ഞു അല്ലെ? എന്താണ്? ഇൻപുട്ടിൽ നിന്നും നോർമൽ ലോസ് കുറച്ചാൽ എന്ത് കിട്ടും? നോർമൽ ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ 90 ആണ് നോർമൽ ഔട്ട്പുട്ട്. ഒരിക്കലും എന്തല്ല, ആക്ച്വൽ ഔട്ട്പുട്ട് അല്ല എടുക്കേണ്ടത്. വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ കാണുമ്പോൾ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ
നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ. എത്ര യൂണിറ്റ് ആണോ ഗെയിൻ വന്നത് ആ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിലോ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ. ഇതാണ് അബ്നോർമൽ ഗെയിനിന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ. നോക്കൂ, ഇനി എന്താ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട്? നമ്മൾ ആൾറെഡി പറഞ്ഞു, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ്. നോർമൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. ഇനി യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിനോ? നോർമൽ ലോസിൽ നിന്നും ആക്ച്വൽ ലോസ് കുറക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ 10 നോർമൽ ലോസ് വരാറുള്ളത്. നമുക്ക് ആക്ച്വൽ ലോസ് വന്നത് 5. അതിനർത്ഥം എന്തായിരിക്കും? 5 യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ. അല്ലെങ്കിലോ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് നോർമൽ ഔട്ട്പുട്ട്. നമ്മൾ ഇവിടെ ചെയ്തതുപോലെ ആക്ച്വൽ ഔട്ട്പുട്ടിൽ നിന്നും നോർമൽ ഔട്ട്പുട്ട് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അബ്നോർമൽ ഗെയിനിന്റെ യൂണിറ്റ് കിട്ടും. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുൻപായിട്ട് കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ഡെബിറ്റ് സൈഡിലെ എല്ലാ എക്സ്പെൻസും യൂണിറ്റും കൂട്ടിയിട്ടാണ് ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടുകൾ കുറക്കാറുള്ളത്. എന്നാൽ ഈ അബ്നോർമൽ ഗെയിൻ ചെയ്യുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ റഫ് ആയിട്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിലെ പ്രോസസ് അക്കൗണ്ടിനെ റഫ് ആയിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. എത്ര ഡെബിറ്റ് ഉണ്ട്, എത്ര ക്രെഡിറ്റ് ഉണ്ട്, റഫ് ആയിട്ട് അബ്നോർമൽ ഗെയിന് വാല്യൂ കാണുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ റഫ് ആയിട്ട് ചെയ്തു വെക്കുക. ഇനി അങ്ങനെ ചെയ്തു വെച്ച എക്സ്പെൻസിൽ നിന്ന് എന്ത് കുറക്കണം? സെയിൽ ഓഫ് സ്ക്രാപ്പ് കുറക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് കിട്ടുക. അതിനുശേഷം എന്ത് കാണണം? നോർമൽ ഔട്ട്പുട്ട് കാണുക. നോർമൽ ഔട്ട്പുട്ട് കണ്ടതിന് ശേഷം ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് അബ്നോർമൽ ഗെയിനിന്റെ വാല്യൂ കാണണം. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നോക്കൂ, ഇവിടെ എ പ്രൊഡക്റ്റ് എ ഈസ് ഒബ്റ്റൈൻഡ് ആഫ്റ്റർ ഇറ്റ് പാസസ് ത്രൂ 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്. ഒന്നാമത്തെ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നൽകുന്നത്. നോക്കൂ, 2000 കിലോഗ്രാം ഓഫ് മെറ്റീരിയൽ അറ്റ് 5 പെർ കിലോഗ്രാം. അതായത് 2000 യൂണിറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 2000 യൂണിറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു യൂണിറ്റിന് 5 രൂപയാണെങ്കിൽ, ഒരു യൂണിറ്റ് എത്രയാണ്? 5 രൂപ. സോ എത്ര വരും? 2000 into 5 വരും, കോസ്റ്റ് ആയിട്ട് വരും. ദെൻ ഡയറക്റ്റ് വേജ് തന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ് തന്നിട്ടുണ്ട്. നമുക്കറിയാം എല്ലാ എക്സ്പെൻസും എവിടെ കാണിക്കണം? എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കേണ്ടത്. നോർമൽ ലോസോ? നോർമൽ ലോസ് 10% ആണ് നോർമൽ ലോസ്. വേസ്റ്റേജ് എങ്ങനെ വിൽക്കുന്നത്? 3 രൂപക്കാണ്. സെയിൽ ഓഫ് സ്ക്രാപ്പ് 3 രൂപയാണ്. ആക്ച്വൽ ഔട്ട്പുട്ട് 1850 ആണ് എന്ത് വരുന്നത്? ആക്ച്വൽ ഔട്ട്പുട്ട് വരുന്നത്. നോക്കാം, നമുക്ക് ആദ്യമേ തന്നെ ഈ അബ്നോർമൽ ഗെയിൻ ഇവിടെ ഇല്ല എന്ന് സങ്കല്പിക്കുക. നമ്മൾ അതിന് ശേഷം ആദ്യം എന്ത് ചെയ്യണം? മറ്റുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തണം. 2000 മെറ്റീരിയൽ കാണിച്ചു, അതിന്റെ എക്സ്പെൻസ് 2000 into 5 ആണ് എന്ത് ചെയ്തത്? ഈ എക്സ്പെൻസ് കിട്ടിയത്. ഡയറക്റ്റ് വെയിറ്റ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ് തന്നിട്ടുണ്ട്. ഇനി നമ്മോട് എന്താ പറഞ്ഞത്? റഫ് ആയിട്ട് ഡെബിറ്റ് സൈഡ് കൂട്ടണം എന്ന് പറഞ്ഞു അല്ലെ? ഇത് മൊത്തം കൂട്ടി നോക്കുക, എത്ര വരും? മൊത്തം കൂട്ടുന്ന സമയത്ത് 11,400 വരും. 11,400 ആണ് വരുന്നത്. 11,400 എന്ത് വരും? റഫ് ആയിട്ട് കൂട്ടുന്ന സമയത്ത് നമ്മൾ റഫ് ആയിട്ട് അടിയിൽ എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കണേ. ഓക്കെ, 11,400 ആണ് വരുന്നത്. സോ നമ്മൾ റഫ് ആയിട്ട് ഇവിടെ കൂട്ടി നോക്കുന്ന സമയത്ത് 10,000 പ്ലസ് 900 പ്ലസ് 500 കൂട്ടുന്ന സമയത്ത് 11,400 ആണ് വരുന്നത്. ദെൻ അതിൽ നിന്ന് എന്ത് കുറക്കണം? അതിൽ നിന്ന് സെയിൽ ഓഫ് സ്ക്രാപ്പ് കുറക്കണം. നമ്മൾ എവിടെ സെയിൽ ഓഫ് സ്ക്രാപ്പ് കാണിക്കുക? സെയിൽ ഓഫ് സ്ക്രാപ്പ് കാണിക്കേണ്ടത് പ്രോസസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ്. നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ട് 200 യൂണിറ്റ്, ഒരു യൂണിറ്റിന് 3 രൂപ വെച്ചിട്ട് 600 എന്ത് ചെയ്യാം? നമ്മൾ കാണിക്കാം. ഓക്കെ, അതിലൊന്നും ഡൗട്ട് ഇല്ല. ഈ വാല്യൂ നമ്മൾ പിന്നീടാണ് കണ്ടെത്തുന്നത്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സിലെ ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ കാണണമെങ്കിൽ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് കാണണം. എന്താ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട്? ഈ ഡെബിറ്റ് സൈഡിലെ എക്സ്പെൻസുകൾ കൂട്ടിയിട്ട് സെയിൽ ഓഫ് സ്ക്രാപ്പ് കുറക്കുക, അത് ഡിവൈഡ് ബൈ നോർമൽ ഔട്ട്പുട്ടാ. എങ്ങനെ നോർമൽ ഔട്ട്പുട്ട് കാണുക? നോർമൽ ഔട്ട്പുട്ട് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. ദാറ്റ് മീൻസ് ഇൻപുട്ട് എത്രയായിരുന്നു? 2000 ആയിരുന്നു ഇൻപുട്ട്. നോർമൽ ലോസ് 10% ആയിരുന്നു. ദാറ്റ് മീൻസ് 2000ന്റെ 10% എന്ന് പറഞ്ഞാൽ 200 ആയിരിക്കും. അതിനർത്ഥം 1800 ആണ് നോർമൽ ഔട്ട്പുട്ട് വരുന്നത്. ഇനി ചോദ്യത്തിൽ ആൾറെഡി എന്ത് തന്നിട്ടുണ്ട്? ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്.
ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1850 ആണ്. അതിനർത്ഥം ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഒരു അബ്നോർമൽ ഗെയിൻ ആയിട്ട് എത്ര വന്നിട്ടുണ്ട്? 50 യൂണിറ്റ് അബ്നോർമൽ ഗെയിൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കാണണം? ഈ അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്ന യൂണിറ്റിന്റെ വാല്യൂ കാണണം. എങ്ങനെയാ വാല്യൂ കാണുക? അതിനുള്ള ഇക്വേഷൻ ആണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ദ വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ ഈസ് ഈക്വൽ ടു നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻടു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ. എന്താ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട്? അതായത് 11,400 കൂട്ടി കിട്ടിയല്ലോ. 11,400 മൈനസ് നോർമൽ ലോസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് 600 അല്ലേ? സെയിൽ ഓഫ് സ്ക്രാപ്പ് 600 ഡിവൈഡഡ് ബൈ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് 11,400 മൈനസ് 600 ആണ്. ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? നോർമൽ ഔട്ട്പുട്ട് 1800 ആണ്. ഈ 1800 ഇൻറ്റു ആണ് എത്ര ഇൻറ്റു ചെയ്യേണ്ടത്? ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്ന 50 യൂണിറ്റ്. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അബ്നോർമൽ ഗെയിനിന്റെ വാല്യൂ കിട്ടും. ആ കിട്ടുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോസസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. പ്രോസസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 50 ഇൻറ്റു 300. ഈ 300 നമ്മൾ ആ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ 300 കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസുകൾ ആഡ് ചെയ്യാം, യൂണിറ്റുകൾ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് ഈ നോർമൽ ലോസിന്റെ സെയിൽ ഓഫ് സ്ക്രാപ്പ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ അടുത്ത പ്രോസസ്സിലോട്ട് പോവേണ്ട ആക്ച്വൽ ഔട്ട്പുട്ടിന്റെ കോസ്റ്റ് കിട്ടും. 11,100 ആയിരിക്കും എന്ത് വരുന്നത്? അടുത്ത പ്രോസസ്സിലോട്ട് പോകുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? എന്നിട്ട് എന്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഈ അബ്നോർമൽ ഗെയിനിന്റെ വാല്യൂ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. പ്രോസസ് അക്കൗണ്ട് 1 എന്ന് പറഞ്ഞിട്ട് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അബ്നോർമൽ ഗെയിനിന്റെ ക്രെഡിറ്റ് സൈഡ്, ഇതാണ് ക്രെഡിറ്റ് സൈഡ് കേട്ടോ. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? ആ 50 യൂണിറ്റിന്റെ വാല്യൂ കാണിക്കണം. അതോടൊപ്പം തന്നെ സാധാരണ രീതിയിൽ നഷ്ടം വരുമായിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന ഇൻകം നഷ്ടപ്പെട്ടു. അതായത് 50 യൂണിറ്റ് ഇൻറ്റു എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? സെയിൽ ഓഫ് സ്ക്രാപ്പ്, അതായത് സെയിൽ വാല്യൂ ഓഫ് സ്ക്രാപ്പിന്റെ 3 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 50 ഇൻറ്റു 3 150 വരും. അതായത് ലോസ് ഓഫ് ഇൻകം ഓൺ അക്കൗണ്ട് ഓഫ് അബ്നോർമൽ ഗെയിൻ. അബ്നോർമൽ ഗെയിൻ വന്നത് കൊണ്ട് നഷ്ടപ്പെട്ട ഇൻകം ആയിട്ട് എന്ത് ചെയ്യണം? ഈ 50 യൂണിറ്റിന്റെ സെയിൽ വാല്യൂ അവിടെ കാണിക്കുക. ബാക്കി മാത്രമേ എങ്ങോട്ട് പോകുള്ളൂ? കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോവുകയുള്ളൂ. സോ ഇത്രയാണ് ഈ അബ്നോർമൽ ഗെയിനുമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പ്രോബ്ലം ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് വരാറുണ്ട് ഈ ഒരു ചോദ്യം, ഈ പ്രോബ്ലം വരാറുണ്ട്. ഓക്കെ, സീ യു നെക്സ്റ്റ് ടൈം.